നമസ്കാരം, ചാനൽ 10ലേക്ക് സ്വാഗതം. വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണ വിധേയയായ പെരിന്തൽമണ്ണ നഗരസഭയിലെ 9ാം വാർഡ് കൌൺസിലർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രതിഷേധ പാതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ കവാടത്തിനു മുന്നിൽ ലീഗ് പ്രവർത്തകർ ധർണ നടത്തി. പെരിന്തൽമണ്ണ നഗരസഭയിലെ 9ാം വാർഡ് കൌൺസിലർ ഭൂമി തട്ടിയെടുത്തുവെന്നാരോപിച്ച് ഏകദേശം 2 ആഴ്ചകൾക്ക് മുൻപാണ് ബന്ധു രംഗത്തെത്തിയത്. പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസിലെ അധികൃതരുടെ ഒത്താശയോടെ വ്യാജ പട്ടയം നിർമ്മിച്ച് സ്വത്ത് തട്ടിയെടുത്ത് അത് മറിച്ചുവിറ്റുവെന്നാരോപിച്ചാണ് 9ാം വാർഡ് കൌൺസിലർ സക്കീന സൈദിനും ഭർത്താവിനുമെതിരെ പെരിന്തൽമണ്ണ പോലീസിൽ ബന്ധു പരാതി നൽകിയത്. 17ഓളം കുടുംബങ്ങളാണ് ഈ വ്യാജ പട്ടയത്തിന്മേൽ ഭൂമി വാങ്ങിയത്. വിഷയത്തിലിപ്പോൾ പ്രതിരോധം തീർത്തിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗാണ്. വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച് ഭൂമി വിൽപ്പന നടത്തി നിരവധി കുടുംബങ്ങളെ വഞ്ചിച്ച കൌൺസിലർ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. വിഷയത്തിൽ ഇതുവരെ അധികൃതരിൽ നിന്നും പ്രതികരണമുണ്ടായിട്ടില്ല. വ്യാജ പട്ടയം നിർമ്മിക്കാൻ വില്ലേജ് അധികൃതർ ഒത്താശ ചെയ്തു എന്ന ആരോപണം തന്നെ ഗുരുതരമാണ്. പെരിന്തൽമണ്ണയിൽ നടന്നിട്ടുള്ള ഭൂമി ഇടപാടുകൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യമാണ് ചാനൽ 10 മുന്നോട്ട് വയ്ക്കുന്നത്. വ്യാജ പട്ടയം നിർമ്മിച്ചുകൊണ്ട് ആ കുടുംബ സ്വത്ത് വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തുകൊണ്ട് ആ കുടുംബത്തെയും ആ വാർഡിലുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ മകുടോദഹരമായ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെയും കൃത്യമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇന്നും ഇവിടുത്തെ കൗൺസിൽ ഹാളിൽ അദ്ദേഹം കൗൺസിലറായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ മഹത് വനിതയെ ഇനി ആ ഒരു തലസ്ഥാനത്ത് തുടരാൻ ഇവിടുത്തെ പെരിന്തൽമണ്ണയിലെ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനമായ മുസ്ലിം യൂത്ത് ലീഗോ അനുവദിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ടതാണ് ഇന്ന് നഗരസഭയ്ക്ക് മുമ്പിൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ അവരുടെ ഭർത്താവും കൂടെ ചേർന്നുകൊണ്ട് വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി വിൽപ്പന നടത്തിയ സാഹചര്യമാണ്. 17ഓളം കുടുംബങ്ങൾ അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇതുവരെ രേഖകൾ കൃത്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ 3ഓളം കുടുംബങ്ങൾക്ക് ഈ സക്കീനയാണ് ഭൂമി വിറ്റിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വ്യാജ പട്ടയം നിർമ്മിച്ച് ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ വ്യാജരേഖ ചമച്ച കൗൺസിലർ രാജിവെക്കണമെന്നാണ് മുനിസിപ്പൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ കവാടത്തിനു മുന്നിൽ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ ചേരിയിൽ മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാം കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ കീഴ്ശ്ശേരി ബാപ്പു, തെക്കത്ത് ഉസ്മാൻ, ഹുസൈൻ കല്ലേങ്ങാടൻ, നഗരസഭാ കൌൺസിലർമാരായ സലീം താമരത്ത്, ജാഫർ പത്തത്ത്, ജിതേഷ്, ഹുസൈന നാസർ, ഹുസൈൻ റിയാസ്, സജന ഷൈജൽ, തസ്നീമ ഫിറോസ്, യൂത്ത് ലീഗ് ഭാരവാഹികളായ ഉനൈസ് കക്കൂത്ത്, ഹബീബ് മണ്ണേങ്ങൽ, സയ്യിദ് ഉമ്മർ, KM റാഷിഖ്, മൂസ കുറ്റീരി, PP സക്കീർ, ഫൈസൽ പാക്കത്ത്, ഷുക്കൂർ പാതായ്ക്കര, അഫാർ കുന്നപ്പള്ളി എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. ഈ വിഷയത്തിൽ ചാനൽ 10ന് ഓർമ്മ വരുന്നത് ഒരു ചൊല്ലാണ്: കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന ചൊല്ല്. കൌൺസിലറും വില്ലേജ് അധികൃതരുമൊക്കെ ചേർന്ന് നടത്തിയ തട്ടിപ്പാണെങ്കിൽ അത് പുറത്തു വന്നേ തീരൂ. മറിച്ച് കുടുംബ പ്രശ്നം രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തിയതാണെങ്കിലും യാഥാർത്ഥ്യത്തിന് വ്യക്തത കൈവന്നേ മതിയാവൂ.